നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്തിമ വിധി നാളെ വരും. നിരവധി സമ്മർദ്ദങ്ങൾക്കിടയിൽ പതറാതെന്ന നടിയുടെ പോരാട്ടത്തെക്കുറിച്ച് ഓർക്കാതെ പോകാൻ നമുക്ക് കഴിയില്ല. സിനിമാ രംഗത്തെ സഹപ്രവർത്തകരുടെ മൊഴിമാറ്റം മുതൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ മാറ്റവും ജഡ്ജിയെ മാറ്റണമെന്ന ആവശ്യം ഉൾപ്പെടെ നിരവധി പ്രതിസന്ധികളിലൂടെ ഈ അതിജീവിത കടന്നുപോയി. ഒടുവിൽ വിധി ദിനത്തിൽ എത്തി നിൽക്കുകയാണ് നടിയുടെ പോരാട്ടം. 2017 ഫെബ്രുവരി 17-നാണ് നടി ആക്രമിക്കപ്പെടുന്നത്. ആദ്യ ദിവസങ്ങളിൽ എല്ലാവരും നടിക്കൊപ്പമായിരുന്നു. ജൂലൈ 10-ന് ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ കാര്യങ്ങൾ മാറി. ശേഷം നടിക്കും അനുകൂലിച്ചവർക്കുമെതിരെ സൈബർ ആക്രമണമുണ്ടായി. ൽ കേസിൽ വനിതാ ജഡ്ജി വേണമെന്ന നടിയുടെ ആവശ്യത്തെ തുടർന്ന് ഹണിയം വർഗീസ് കേസിൽ ജഡ്ജിയായി വന്നു. എന്നാൽ പിന്നീട് ഹണിയം വർഗീസിനെതിരെ പ്രോസിക്യൂഷൻ തന്നെ രംഗത്തെത്തി. ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് നടി സുപ്രീം കോടതിയെ ഉൾപ്പെടെ സമീപിച്ചു. എന്നാൽ നടിയുടെ അപേക്ഷകൾ നിരസിക്കപ്പെട്ടു. രണ്ടായിരത്തി 2021 കാലയളവിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ 2 തവണ കേസിൽ നിന്ന് പിന്മാറി. എ സുരേശൻ, VN അനിൽകുമാർ എന്നിവരാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്നും രാജിവെച്ചൊഴിഞ്ഞത്. കേസിലെ പ്രധാന തൊണ്ടി മുതലായ നടി ആക്രമിക്കപ്പെട്ട ദൃശ്യം സൂക്ഷിച്ച പെൻഡ്രൈവ് കോടതിയിൽ വെച്ച് ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്ന വിവരവും ഇതിനിടയിൽ പുറത്തുവന്നു. WCC രൂപീകരണം മുതൽ മീറ്റു മുന്നേറ്റവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഉൾപ്പെടെ മലയാള സിനിമയിൽ മുമ്പെങ്ങുമില്ലാത്ത മാറ്റങ്ങളാണ് നടിയുടെ ഒറ്റയാൾ പോരാട്ടത്തിന് പിന്നാലെ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ സംഭവിച്ചത്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.